ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള ദ സീക്രട്ട് ഓഫ് അസ് എന്ന് പറയുന്ന GL ഡ്രാമയാണ്. സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദ്യത്തെ നായികയാണ്. നമ്മുടെ നായികയുടെ പേര് ഫലഡ എന്നാണ്. നമുക്ക് ലാഡ എന്ന് വിളിക്കാം. ലാഡ ഒരു ഡോക്ടറാണ്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലേക്ക് കയറി പോകുമ്പോഴാണ് ഒരു പേഷ്യന്റ് വളരെയധികം സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കുന്നത്. ആ പേഷ്യന്റിന് ആക്സിഡന്റ് ഉണ്ടായതാണ്. അവരുടെ കൂടെ അവരുടെ മകളും ഉണ്ട്. മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൾക്ക് അറിയുന്നില്ല. അതാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പേഷ്യന്റ് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ തായ് ഭാഷ മാത്രം അറിയുന്ന ഡോക്ടർക്കും നഴ്സുമാർക്കും അവരെന്താണ് പറയുന്നതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ട് ലാഡ വരുന്നതും ആ പേഷ്യന്റിനോട് വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നതും. ലാഡ തായ്ലൻഡുകാരിയാണെങ്കിലും അവൾക്ക് ഒരുപാട് ഭാഷകൾ അറിയാം. അങ്ങനെ ലാഡ സംസാരിച്ചിട്ട് ആ പേഷ്യന്റിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ലാഡയും അവളുടെ ഫ്രണ്ട്സും കൂടി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പോയിരിക്കുന്നുണ്ട്. ലാഡയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ബോ പറയുകയാണ്, ഇന്ന് ആ പേഷ്യന്റ് വന്നപ്പോൾ എന്താ സംസാരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ലാഡ, നീ വന്നത് കൊണ്ടാണ് എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. നീ ആ സിറ്റുവേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു. നിനക്ക് ഞങ്ങളുടെ ടീമിൽ ചേർന്നൂടെ? നിന്നെ എമർജൻസി വാർഡിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അവരുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ബോ, നീ എന്തൊക്കെയാ പറയുന്നത്? ഈ ഹോസ്പിറ്റലിന്റെ ഉടമയാണ് ഈ ഇരിക്കുന്ന ലാഡ. അവളുടെയും അവളുടെ ഫാമിലിയുടെയും ബിസിനസ് ആണ് ഈ ഹോസ്പിറ്റൽ. എന്നിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൾ ഇങ്ങോട്ട് വരുന്നില്ലേ? ഒരുപാട് പണിയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ അവളെ എമർജൻസി വാർഡിലേക്ക് ഇടുവാണോ നീ? ആ സമയത്താണ് അങ്ങോട്ട് ഒരു നഴ്സ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അവർക്കിപ്പോൾ ജോലിയിലേക്ക് കയറാനുള്ള സമയമായെന്ന്. എന്നിട്ട് ലാഡയോട് പറയുകയാണ്, ഡോക്ടർ, നിങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം, പക്ഷെ ലവിന്റെ ഭാഷ മാത്രം അറിയില്ല അല്ലെ? അത് കേൾക്കുമ്പോൾ തന്നെ ലാഡയുടെ ഫ്രണ്ട്സ് ഞെട്ടി പോവുകയാണ്. ലാഡയ്ക്ക് ലവ് എന്ന് പറയുന്നത് തന്നെ ഒട്ടും ഇഷ്ടമല്ല. അതിന്റെ കാരണം ഈ എപ്പിസോഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലാഡ ആ നഴ്സിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇനി ലാഡയ്ക്ക് ഏത് വാർഡിലേക്കാണ് പോകണ്ടേന്ന്. അതിന് നഴ്സ്, ഇനി ലാഡയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല, അതിന് പകരം ഒരു പരസ്യത്തിന്റെ ഷൂട്ട് ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ലാഡ അവരുടെ ഹോസ്പിറ്റലിന്റെ പരസ്യം ചെയ്യാനായിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വളരെ ഫേമസ് ആയി നിൽക്കുന്ന ഒരു ഫീമെയിൽ സ്റ്റാർ ആണ് ലാഡയുടെ കൂടെ ആ പരസ്യം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ആ സ്റ്റാറിന്റെ പേര് ഏൺ എന്നായിരിക്കും. അവളെ കാണുമ്പോൾ തന്നെ ലാഡ ഒരുപാട് ഞെട്ടി പോവുകയാണ്. ഏൺ ആണെങ്കിൽ ലാഡയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്നും പറയുന്നുണ്ട്. ലാഡയും ഏണും ഇത് ആദ്യമായിട്ടല്ല കാണുന്നത്. അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഭാഗമാണ് ഇനി കാണിക്കുന്നത്. അത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാഗമാണ്. ലാഡ MBBS പഠിച്ചത് കാനഡയിലാണ്. അവിടെ ലാഡ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഏൺ പെട്ടെന്ന് ലാഡയുടെ മുന്നിലേക്ക് വന്ന് ചാടുന്നത്. ഏൺ വളരെ ചൈൽഡിഷ് ആണ്, ഒരുപാട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും സോറി ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഏൺ വിചാരിക്കുന്നത് ലാഡയ്ക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ എന്നാണ്. അങ്ങനെ അവൾ തായ് ഭാഷയിൽ പറയുന്നുണ്ട്, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. നമ്മുടെ ലാഡ ശരിക്കും തായ്ലൻഡുകാരിയാണല്ലോ, അവൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവൾ തായ് ഭാഷയിൽ തന്നെ താങ്ക് യു എന്നും പറയുന്നുണ്ട്. ലാഡയുടെ മറുപടി കേൾക്കുമ്പോൾ തന്നെ ഏൺ ഒരുപാട് ഞെട്ടുകയാണ്. ലാഡ പറയുന്നുണ്ട് അവളൊരു തായ്ലൻഡുകാരിയാണെന്ന്. അതാണ് അവരുടെ ഫസ്റ്റ് മീറ്റ്. ആ ഫസ്റ്റ് മീറ്റിൽ തന്നെ മഞ്ഞും പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ കണ്ടുമുട്ടുന്നത് കോഫി ഷോപ്പിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ലാഡയ്ക്ക് ഏണ്ട ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കപ്പിൾസിനെ കാണുവാണ്. കാണുമ്പോൾ അതൊരു ചെക്കന്റെ പോലെ ഉണ്ടെങ്കിലും അത് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. രണ്ടുപേരും ഗേൾസ് ആണ്. ലാഡ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എനിക്കും ഇതുപോലെ കപ്പിൾസിനെ നോക്കിയിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന്. അങ്ങനെ അവർ വീണ്ടും വീണ്ടും കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വരുവാണ്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ലാഡ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഏൺ വരാറുണ്ട്. ലാഡ കഴിച്ചിട്ടില്ലെങ്കിൽ അവൾക്കുള്ള ഫുഡും അവിടെ വെക്കാറുണ്ട്. ലാഡയുടെ ഫ്രണ്ട്സ് എല്ലാവരും നിനക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലാഡ അവരൊന്നും ചീത്ത വരാറില്ല കേട്ടോ. അതിനർത്ഥം അവൾക്കും ചെറിയൊരു ക്രഷ് തോന്നിയതല്ലേ. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോവാണ്. ഏൺ ജോലി ചെയ്യുന്നതിനിടയില് അവളെ മോശമായിട്ട് ഒരു കസ്റ്റമർ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എത്ര രൂപയാണെന്ന്. അത് കേട്ടതും ഏണിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് ആകെ പ്രശ്നമാക്കുന്നുണ്ട്. ബോസിനോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും
ആ കസ്റ്റമർ പറയുകയാണ്, ഈ പെൺകുട്ടി വെറുതെ കള്ളം പറയാണ്. ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ ഇടുന്നത് നിനക്ക് പൈസ കിട്ടാനല്ലേ? നിങ്ങളെ പോലെ ഏഷ്യൻ പെൺകുട്ടികൾ കുറെ പേരുണ്ട്, വെറുതെ പൈസ തട്ടിക്കാൻ വേണ്ടി നടക്കുന്നവർ. ഞാൻ നിന്നോട് മോശമായി സംസാരിച്ചു നിനക്ക് എന്താ തെളിവുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഏണിനെ വളരെ മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയാക്കുവാണ്. ആ സമയത്ത് ഇതെല്ലാം ലാഡ കാണുന്നുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാ ഭാഗത്തും ക്യാമറാസ് ഉണ്ട്. നീ ഇവളെ ടച്ച് ചെയ്തതും ഇവളോട് സംസാരിച്ചതെല്ലാം അതിൽ നോക്കിയാൽ മനസ്സിലാകും. അതും കൂടാതെ നീ ഇവളോട് എന്താ സംസാരിച്ചെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതോടെ ഏണിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവുകയാണ്. തിരിച്ചു പോകുന്ന വഴി ലാഡയും ഏണും ഒരുമിച്ചാണ് പോകുന്നത്. ഏൺ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കില്ല. അതിനു പകരം ഞാൻ ഒരുപാട് തിരിച്ചു പറയും. പറ്റുവാണെങ്കിൽ 2 ഇടിയും ഇടിക്കും. എന്നെ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് ഒരു പേടിയില്ല, കാരണം അപ്പോഴേക്ക് ഞാൻ വേഗം ഓടിപ്പോവും. അങ്ങനെയൊക്കെ പറയുമ്പോ ലാഡയ്ക്ക് ഏണിനോടുള്ള ഇഷ്ടം വീണ്ടും വീണ്ടും കൂടുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏൺ എന്തിനാണ് ജോലി ചെയ്യുന്നത്? അവളുടെ വീട്ടിൽ നിന്നും അവൾക്ക് പൈസയൊന്നും കൊടുക്കില്ലേന്ന്. ഏൺ പറയുന്നുണ്ട്, അവളുടെ പഠിപ്പിനും പിന്നെ അവിടെ ജീവിക്കാനുള്ള ചെലവും വളരെ കൂടുതലാണ്. ഫാമിലി കുറെ പൈസ കൊടുക്കുമെങ്കിലും അവളും അവൾക്ക് പറ്റാവുന്ന അത്രയും പൈസ ഉണ്ടാക്കുവാണെന്ന്. അത് കഴിഞ്ഞിട്ടും അവർ ഇടയ്ക്കിടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. ഒരു ദിവസം ലാഡ പുറത്തിരിക്കുന്ന പെണ്ണെ കാണുകയും ഏണിന്റെ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും റൂമിലുള്ളത് കാരണമാണ് അവൾ പുറത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ലാഡ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ഏണിന്റെ ബർത്ത്ഡേ ആണ്. ലാഡ അവൾക്ക് വേണ്ടിയിട്ട് കുറെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഏണിന് നല്ല സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് ലാഡ ഏണിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ഡിഷ് എടുക്കുവാണ്. ബനാന കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ലാഡ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഏണിന് സന്തോഷാവുന്നുണ്ട്. പക്ഷെ അത് ആദ്യം കഴിക്കാനായിട്ട് അവൾ മടിക്കുന്നുണ്ട്. എന്നാലും ലാഡ കൊടുക്കുമ്പോൾ അത് കഴിക്കുവാണ്. പക്ഷെ കഴിച്ച ഉടനെ തന്നെ അവൾ താഴെ വീഴുവാണ്. അവൾക്ക് ബനാനാസ് അലർജിയാണ്. പക്ഷെ ലാഡ ആദ്യമായിട്ടല്ലേ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്, അതും അത്രയ്ക്ക് അധികം ആഗ്രഹിച്ചിട്ട്. അതുകൊണ്ടാണ് അവളത് കഴിക്കുന്നത്. എന്നാലും അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ വെച്ച് തീരുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യാണ്. അവിടെ വെച്ചിട്ട് ലാഡ ഏണിനൊരു ബ്ലാങ്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിലെ FE എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, ഫലഡ ആൻഡ് ഏൺ. അതായിരിക്കും അതിന്റെ ഫുൾ ഫോം. ഏണും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കുറെ കടന്നു പോയി. ഒരു ദിവസം ലാഡയും ഏണും പുറത്തിരുന്ന് പഠിക്കുമായിരിക്കും. ഏൺ പറയുന്നുണ്ട്, ഡോക്ടർ നമ്മൾ ഇന്ന് എന്താ കഴിക്കുക? വീട്ടിലുണ്ടാക്കണോ പുറത്തുനിന്ന് കഴിക്കണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ചൈനീസ് റെസ്റ്റോറന്റിൽ പോവാം. അവിടെ കുറെ തായ് ഫുഡ് കിട്ടും. എനിക്ക് തായ് ഫുഡ് കഴിക്കാൻ നല്ല കൊതി തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ റെഡി ആവണോ നേരം വൈകി റെഡി ആവണോ? അങ്ങനെ അവൾ നിർത്താതെ സംസാരിക്കുമ്പോൾ ലാഡ അവൾക്കൊരു കിസ് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ സംസാരിച്ചിട്ട് എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, അതിനുള്ള പണിഷ്മെന്റ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഏൺ പറയുവാണ്, എനിക്ക് ഈ പണിഷ്മെന്റ് ഒരുപാട് ഇഷ്ടായി. ഞാൻ ഇന്ന് മുഴുവൻ ഇരുന്നിട്ട് സംസാരിക്കാൻ പോവാ. അത് കേട്ടതും ലാഡ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ പ്രതീക്ഷിക്കാതെ അവര് കിസ് ചെയ്യുന്നത് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് നേരെ നമ്മുടെ ലാഡയുടെ അമ്മയ്ക്കും അയച്ചു കൊടുക്കുവാണ്. ലാഡയുടെ അമ്മ ഇത് അവളുടെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, നമ്മളുടെ മോളെ ഒരു ലെസ്ബിയൻ ആണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലും നമ്മുടെ ബാക്കിയുള്ള ബിസിനസ്സും അവളാണ് നോക്കി നടത്തേണ്ടത്. പക്ഷെ അവളാണെങ്കിലോ ഒരു ലെസ്ബിയൻ. അവൾക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടം. അതെന്തായാലും ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ലാഡയുടെ അച്ഛൻ പറയുവാണ്, ലാഡ നമ്മളുടെ മകളാണ്. പക്ഷെ അവൾ ആരെ സ്നേഹിക്കണം എന്നുള്ളത് അവളുടെ പേഴ്സണൽ കാര്യമാണ്. അതിലേക്ക് ഇടപെടാൻ നമുക്ക് ഒരു അവകാശവും. അവൾക്ക് പെൺകുട്ടികളെയല്ലേ ഇഷ്ടം, അതിലെന്താ തെറ്റ്? അവളുടെ ഇഷ്ടം പോലെ അവൾ ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ലാഡയും ഏണും തമ്മിൽ എന്തായാലും ഉടനെ തന്നെ ബ്രേക്കപ്പ് ആവും. ലാഡയുടെ അമ്മ കാണിക്കുന്ന ഒരാളെ മാത്രമാണ് അവൾ കല്യാണം കഴിക്കുള്ളൂന്ന്. ലാഡയുടെ അമ്മയ്ക്ക് വസനു എന്ന പേരുള്ള ഡോക്ടറിനെ കൊണ്ട് ലാഡയെ കല്യാണം കഴിപ്പിക്കാനാണ് താല്പര്യം. ആ ഡോക്ടറിന്റെ പാരന്റ്സും നല്ല നിലയിലുള്ള ആളുകളാണ്. വസനുവിനോട് പറയുന്നുണ്ട്, ലാഡയുമായിട്ട് കുറച്ചും കൂടി ബന്ധം പുലർത്തണം, ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന്. വസനുവിനും ലാഡയോട് കുറച്ചൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ ലാഡയ്ക്ക് വസനുവിനെ ഒട്ടും ഇഷ്ടമല്ല. അവിടെ ലാഡയും ഏണും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഏണിന്റെ അച്ഛൻ വിളിക്കുന്നത്.
അവൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കോൾ എടുക്കുന്നതെങ്കിലും അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ആകെ ഡൗൺ ആവുകയാണ്. ഏണിന്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണ്. അമ്മയുടെ അവസ്ഥ കുറച്ച് മോശമാണെന്നാണ് പറയുന്നത്. ഏണിനാണെങ്കിൽ അത് സഹിക്കാനേ പറ്റുന്നില്ല. ലാഡ പറയുന്നുണ്ട് അവൾക്ക് പറ്റാവുന്നത്ര ഹെൽപ്പ് ഏണിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ ലാഡ ഉടനെ തന്നെ ലാഡയുടെ അമ്മനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ഹോസ്പിറ്റലിൽ ലാഡയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അമ്മേനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം പ്രത്യേകം നോക്കണം, ഏറ്റവും നല്ല ചികിത്സ തന്നെ കൊടുക്കണം എന്നൊക്കെ. അമ്മ ഓക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് ലാഡയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ ഫ്രണ്ട് അവളുടെ ലവർ ആണെന്ന്. ഈ സമയം മുതലെടുത്തുകൊണ്ട് ലാഡയും ഏണും തമ്മിൽ ബ്രേക്കപ്പ് ആവാനുള്ള എല്ലാ വഴികളും അവളുടെ അമ്മ ചെയ്തു വെക്കുവാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഏൺ തിരിച്ച് തായ്ലൻഡിലേക്ക് വരികയാണ്. അവളുടെ അമ്മയ്ക്ക് നല്ല ചികിത്സയാണ് അവിടെ നിന്നും കൊടുക്കുന്നത്. VIP റൂം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അമ്മയുടെ സിറ്റുവേഷൻ ഇപ്പൊ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഏണിന്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് അവർക്ക് ഇതുവരെ കിട്ടാത്ത അത്രയും നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം ഏണിന്റെ ഫ്രണ്ടാണെന്ന്. ആ ഫ്രണ്ട് ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏൺ പറയുന്നുണ്ട് ഞങ്ങൾ അബ്രോഡിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അവൾ വളരെ നല്ലൊരു പെൺകുട്ടിയാ. അവൾ എന്റെ കാര്യം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഏണിന്റെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാകുന്നുണ്ട്. ആ സമയത്താണ് ലാഡയുടെ അമ്മ ഏണിനെ കാണാനായിട്ട് വിളിക്കുന്നത്. ഏണിനോട് പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഞാൻ നോക്കി. ഇപ്പോൾ നിന്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പോരാതെ നല്ല ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. നീയും ലാഡയും തമ്മിൽ റിലേഷനിലാണെന്ന് എനിക്കറിയാം. ലാഡയുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. നിന്നെ ഇപ്പോൾ അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്. നിന്നെ പോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടി അവളുടെ ഇരയാവുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നിങ്ങോട്ട് വിളിപ്പിച്ചത്. ലാഡയുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചതാണ്. ഡോക്ടർ വസനുവായിട്ടാണ് അവളുടെ കല്യാണം നടക്കാനായിട്ട് പോകുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് തിരികെ ഇങ്ങോട്ട് വന്നാൽ ഉടനെ തന്നെ അവരുടെ കല്യാണാണ്. ലാഡയ്ക്കും ഈ റിലേഷൻ ഓക്കെയാണ്. അവൾ അങ്ങോട്ട് വന്നപ്പോൾ വസനുവില്ലല്ലോ, ഒറ്റയ്ക്കായി പോയില്ലേ. അവളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നീയുമായിട്ട് ചെറിയൊരു അഭിനയം നടത്തുന്നത്. അവൾ അവിടെ നിന്നും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിന്നെ കറിവേപ്പില പോലെ എടുത്തു കളയും. വസനുവിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഏൺ ചില ഭാഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ലാഡയ്ക്ക് വസനു എന്ന പേരില് കുറച്ച് കൊറിയേഴ്സും ഒക്കെ വരാറുണ്ട്. വസനുവിന്റെ കോൾസും വരാറുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നതിൽ എന്തോ ഉണ്ടെന്നൊക്കെ അവൾക്ക് തോന്നുവാണ്. ലാഡയുടെ അമ്മ പറയുവാണ് എന്റെ മകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ നിന്നെ ചതിക്കാൻ നോക്കുവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നീ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാ. നിങ്ങൾ ഉറപ്പായിട്ടും ബ്രേക്കപ്പ് ആവേണ്ടി വരും. ഇപ്പോൾ തന്നെ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ നിനക്ക് അത്രയ്ക്കും വിഷമം കുറയാം. എന്തായാലും ലാഡ വസനുവിനെ കല്യാണം കഴിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഞാൻ നിന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റ് വളരെ നന്നായിട്ട് നോക്കും. നീ തന്നെ തിരഞ്ഞെടുക്ക്. ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് വേണോ അതോ നിന്റെ അമ്മയുടെ ജീവൻ വേണോ? ഈ ഒരു സിറ്റുവേഷനില് നമ്മുടെ ഏൺ എന്താണ് റിപ്ലൈ കൊടുക്കാന്ന് നമുക്ക് എല്ലാവർക്കും ഓർക്കാലോ. ഏൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവൾ ലാഡയെ ഇഷ്ടപ്പെട്ടത് ആത്മാർത്ഥമായിട്ടായിരുന്നു. എന്നിട്ട് ഉടനെ തന്നെ അവൾ കാനഡയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് തിരികെ വരാനും നോക്കുന്നുണ്ട്. റൂമിൽ നിന്നും ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ട് ലാഡ വരുന്നതും ഏൺ നീ തിരിച്ചു വന്നിരുന്നോ? നീ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഏണിനെ ഹഗ് ചെയ്യാൻ പോകുന്നതും. ഏണാണെങ്കിൽ അവളുടെ അമ്മ പറഞ്ഞതെല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാണ്, നല്ല വിഷമത്തിലുമാണ്. എന്നിട്ട് നമ്മുടെ ലാഡനെ കുറച്ചങ്ങ് മാറ്റി നിർത്തുന്നുണ്ട്. അവൾ അവിടെ നിന്നും പോകുകയാണെന്നും പറയുന്നുണ്ട്. ലാഡ ഏണിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നീ എന്തിനാ ഇപ്പൊ തന്നെ പോകുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിനക്ക് എന്താ പറ്റിയത്? നിന്റെ പഠിപ്പൊക്കെ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏൺ പറയുകയാണ് ഞാൻ ഇനി തായ്ലൻഡിലാണ് പഠിക്കുന്നത്. എനിക്കിനി നിന്റെ കൂടെ നിൽക്കാൻ വയ്യ. എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അയാളുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴും ലാഡ വീണ്ടും തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഏൺ നീ പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നിനക്ക് എന്നെ മാത്രമാണ് ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്താ പറ്റിയത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊന്ന് പറയ്. നീ എന്നെ വിട്ട് പോകല്ലേ പ്ലീസ് എന്നൊക്കെ പറയുമ്പോഴും ഏൺ പറയുന്നത് എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല. ഞാൻ നിന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു. എനിക്കിവിടെ ഒരു കമ്പനി വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോകാനായിട്ട് നോക്കുവാണ്.
ലാഡ വീണ്ടും ഏണിനെ ഒരുപാട് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏൺ അവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ അവരുടെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും അവർ കണ്ടുമുട്ടുന്നത്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യുക. ബൈ.